എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, അതായത് ഈ ചാനലിലെ വീഡിയോസ് കാണാറുള്ള ഒരാൾ, ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. ബ്രോ, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അതിന്റെ ട്രെയിലർ അയച്ചു തരാം, അത് കണ്ടൊന്ന് അഭിപ്രായം പറയണമെന്ന്. അങ്ങനെ ഞാൻ ആ ട്രെയിലർ കണ്ടു. എനിക്കതിൽ മോശം തോന്നിയ ഒരു കാര്യം പുള്ളിയോട് ഞാൻ കയ്യോടെ പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു ഇതേ കാര്യം മറ്റു പലരും പറഞ്ഞിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന ഒരാളെ ഞാൻ ഹേർട്ട് ചെയ്ത് വിട്ടില്ലല്ലോ എന്ന്. ശേഷം മൂപ്പര് പറഞ്ഞു, ബ്രോ, ഒരാഴ്ചക്കകം ഈ ഷോർട്ട് ഫിലിം ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നുണ്ട്, ബ്രോ കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന്. ഞാൻ ഉടനെ പറഞ്ഞു ഓക്കെ, കൊള്ളാവുന്നതാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ, കൊള്ളില്ലെങ്കിൽ ബ്രോ വീഡിയോ ചെയ്യണ്ട, പക്ഷെ എന്നോട് വന്നത് പറയണമെന്ന്. അങ്ങനെ ഇന്നലെ ആൾ എനിക്ക് ആ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് അയച്ചു വന്നു. അപ്പൊ ഓഫ്കോഴ്സ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. യെസ്, ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു സ്ഥിരം സീരിയൽ കില്ലർ സൈക്കോ പരിപാടിയാണ്. എന്നിട്ട് ക്ലൈമാക്സിൽ അതുവരെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന എന്നാൽ മാന്യനായി കാണിച്ച ഒരാളെ കില്ലറായി കാണിച്ചുകൊണ്ടുള്ള പരിപാടിയൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ അതൊന്നുമല്ല സംഗതി. പിന്നെ ഇതിന് സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഇതുവരെ കാര്യങ്ങളൊക്കെ ഭംഗിയാണ്, പക്ഷെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയുണ്ട്. അതിനൊക്കെ നല്ല കൺവിൻസിംഗ് ആയ വെറൈറ്റി ഉത്തരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ ഒരു എഴുത്തുകാരൻ തന്റെ കഴിവും വെഴ്സറ്റാലിറ്റിയും കാണിക്കേണ്ടത്. സോ സെക്കൻഡ് പാർട്ടിൽ അയാൾ അത് കാണിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയാവും. ഇതാണ് ചാനലിന്റെ പേര്, ഇതാണ് സിനിമയുടെ പേര്. സോ ഒരുപാട് ഹൈപ്പൊന്നും വെക്കണ്ട, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറ. പിന്നെ ഇത് വല്ല പെയ്ഡ് പ്രൊമോഷനും ആണോടെ എന്ന് നിങ്ങൾ കരുതണ്ട. ഇതുവരെ ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ ഈ പുള്ളി ഭാവിയിൽ വലിയൊരു സംവിധായകനായി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അന്ന് അയാളുടെ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യാൻ ഞാൻ കാശ് വാങ്ങിക്കും.